അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഇത് ആർക്കാരോട് തോന്നുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക. മറ്റൊരു ചോദ്യത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ കണ്ട് പഠിച്ച് പോവുകയാണല്ലേ. അവിടെ LP UP പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന്, അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മറ്റൊരു LP UP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാൻ കൂടുതൽ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? വികാസത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. വികാസം, വളർച്ചയും വികാസവുമായിട്ടുള്ള വ്യത്യാസം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കൂ, പാരമ്പര്യം, പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെത്തുകയാണ് വികാസം. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം. വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നു. അപ്പോൾ വികാസവും വളർച്ചയും തമ്മിലുള്ള വ്യത്യാസവും വികാസ തത്വങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്താണ് വികാസം? വികാസത്തിൻ്റെ ഇവിടുത്തെ ആൻസർ ഈ ഒരു ഉൾപ്പെടാത്തതെന്നാണ് കേട്ടോ, ഉൾപ്പെട്ടതല്ല, ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ C ആണ്. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസം എന്നുള്ള തെറ്റാണ്. ഘടനാപരമായ മാറ്റം വികാസമല്ല, അത് വളർച്ചയ്ക്കകത്ത് വരുന്നതാണ്. അപ്പോൾ വളർച്ചയും വികാസവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ്, ചോദ്യം വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. കോശ വിഭജനം മൂലം ഒരു വ്യക്തിയുടെ പിണ്ഡം അഥവാ മാസിൽ ഉണ്ടാകുന്ന വർധനവാണ് വളർച്ച എന്ന് പറയുന്നത്. വ്യക്തിയെ അനുക്രമമായി പരിപക്വനത്തിലേക്ക്, പരിപക്വനം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയുടെ മലയാളം വേർഡാണ്. വ്യക്തിയെ അനുക്രമമായി പരിപക്വനത്തിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകപരമായിട്ടുള്ള പുരോഗമനാത്മകമായ മാറ്റമാണ് വികാസം എന്ന് പറയുന്നത്. വികാസത്തിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കണം. മറ്റേത് കോശവിഭജനം മൂലം ഉണ്ടാകുന്ന മാസിലുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത്, അതാണ് വികാസം എന്ന് പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ശാരീരിക വളർച്ച എന്നത് ഘടനാപരവും, ഇതായിരുന്നു നമ്മുടെ ചോദ്യത്തിലെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ലേ, അത് വളർച്ചയാണ്, വികാസമല്ല. ശാരീരിക വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റമാണ്. എന്നാൽ വികാസം ശാരീരികം മാത്രമല്ല, അത് സാമൂഹികമുണ്ട്, വൈജ്ഞാനികമുണ്ട്, വൈകാരികമുണ്ട്, സാൻമാർഗിക മേഖലകൾ ഉൾപ്പെടെ സമഗ്രമായ വളർച്ചയാണ് വികാസം എന്ന് പറയുന്നത്. അപ്പം വളർച്ചയും വികാസം തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. വളർച്ച എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ ശരീരം വളരുന്നുണ്ടല്ലേ, എനിക്ക് പൊക്കം കൂടുന്നു, എൻ്റെ വണ്ണം വെക്കുന്നു, ഇതൊക്കെ വളർച്ചയാണ്. പക്ഷേ എൻ്റെ ഭൗതികമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഇൻ്റലിജൻസ് ഒക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, സന്മാർഗമായിട്ടുള്ള മേഖലയിലൊക്കെയുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വികാസമാണ്. ആ വികാസം എന്ന് പറയുന്നത് വലിയ എന്താ പറയുക, വികാസമുള്ളതാണെന്ന് വേണം പറയാം അല്ലേ. ഒരുപാട് വൈഡ് ആയിട്ടുള്ള വളരെയേറെ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ്. വളർച്ച എന്ന് പറയുന്നത് കുറച്ചുകൂടി ലിമിറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഘടനാപരവും ശാരീരികവുമായ മാറ്റം വളർച്ചയാണ്. എന്നാൽ വികാസം എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. വളർച്ച ഗുണാത്മകവും വികാസം ഗുണാത്മകവുമാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എൻ്റെ വണ്ണത്തിലുണ്ടാകുന്ന മാറ്റം, അളവിലുണ്ടാകുന്ന മാറ്റമാണ്, അത് ഗുണാത്മകമാണ്. വളർച്ച ഗുണാത്മകമാണ്. വികാസം എന്ന് പറയുന്നത് ക്വാളിറ്റികളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, ക്വാളിറ്റേറ്റീവ് ആണ്, ഗുണാത്മകമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയ അല്ല. വളർച്ച എന്ന് പറയുന്നത് മെച്യൂരിറ്റിയോടുകൂടി, പരിപക്വനത്തോടുകൂടി അവസാനിക്കും. വണ്ണം വെക്കുന്നതിൻ്റെയൊക്കെ ഒരു അളവ് അല്ലെങ്കിൽ പൊക്കം വെക്കുന്നതൊക്കെ പറയുന്നത് ആ ഒരു കാലത്തോടുകൂടി മാറ്റം വരും അല്ലേ. വളർച്ച ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല. എന്നാൽ വികാസം ജനനം മുതൽ മരണം വരെ നടക്കുന്ന അനുസ്യൂത പ്രക്രിയയായിട്ട് നമുക്ക് കാണാം. പരിപക്വനത്തോടുകൂടി വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അവസാനിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് വികാസം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ തളർന്ന് കിടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിന്തകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർമ്മകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആത്മീയമായ തലത്തിലുള്ള വികാസങ്ങളൊക്കെ സംഭവിക്കാം സ്റ്റിൽ. അപ്പം മരണത്തിന് തൊട്ട് മുമ്പ് പോലും നിങ്ങൾക്ക് വികാസം ഉണ്ടാവാം. പക്ഷെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് പരിപക്വനത്തോടുകൂടി അവസാനിച്ചു പോകുന്നതാണ്. വളർച്ച ബാഹ്യമായ മാറ്റങ്ങളെ കുറിക്കുന്നു എന്ന് പറയാം. വികാസം സാമൂഹികം, വൈജ്ഞാനികം, വൈകാരികം, സന്മാർഗം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അത് ആന്തരികമാണ്. അപ്പോൾ വളർച്ച എന്ന് പറയുന്നത് ബാഹ്യമായ മാറ്റങ്ങളാണെങ്കിൽ മറ്റത് ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ വളർച്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും മാപനം ചെയ്യുവാനും സാധിക്കുന്നു. വികാസഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതും വളർച്ചയിലേതുപോലെ കൃത്യമായി മാപനം ചെയ്യാൻ സാധിക്കുന്നില്ല, അളക്കാൻ സാധിക്കുന്നില്ല. വളർച്ച കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അളന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. വികാസം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പ്രായോഗികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. വളർച്ച വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. വികാസം വളർച്ച ഇല്ലാതെ തന്നെ ഉണ്ടാവാം. എൻ്റെ ശരീരം വളർന്നില്ലെങ്കിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വൈജ്ഞാനികപരമായിട്ടും എനിക്ക് വികാസം ഉണ്ടാവാം. വളർച്ച എന്ന് പറയുന്നത് വികാസത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. അതേപോലെ വളർച്ച വികാസ പ്രക്രിയയിലെ
പല അംശങ്ങളിൽ ഒന്ന് മാത്രമാണ് വികാസം കൂടുതൽ വിപുലവും സമഗ്രവുമാണ്, അത് വ്യക്തിയുടെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മുടെ ഗിന്നസ് പക്രു, അദ്ദേഹത്തിന് പൊക്കമില്ല, പക്ഷേ അദ്ദേഹം നേടിയ ലെവൽ എന്താ, ഗിന്നസ് ബുക്കിൽ റെക്കോർഡിലേക്ക് വരെ വരുന്ന രീതിയിൽ അദ്ദേഹം ഒരു കലാകാരനായിട്ട് വളർന്നു അല്ലേ. അപ്പോൾ വികാസത്തിന് വളർച്ച ഒരു ഘടകമായെന്നും അല്ലെന്നും വരാം എന്നുള്ളതും അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് വരുന്നു. വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെച്ചോ. നേരത്തെ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ പെടാത്തത് എന്നുള്ള ചോദ്യം വന്നു. ആ 4 ഓപ്ഷനിൽ എത്ര എണ്ണം വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ പോയിന്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. ചോദ്യമായിട്ട് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഉൾപ്പെടാത്തതേത്? ഉൾപ്പെട്ടതല്ല, ഉൾപ്പെടാത്തതാണ്. റോഷാക്ക് മഷിയൊപ്പ് പരീക്ഷ, റോഷാക്ക് ഇങ്ക്ബ്ലോ ടെസ്റ്റ്, സാമൂഹ്യ ബന്ധപരിശോധനകൾ, സോഷ്യോമെട്രിക് ടെക്നിക്സ്, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് TAT, പദസാഹിത്യ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതിൽ ഒരെണ്ണം പ്രക്ഷേപണ തന്ത്രം. പ്രക്ഷേപണ തന്ത്രം എന്ന് പറയുന്നത് എന്തിൻ്റെയാ? പ്രൊജക്റ്റീവ് ടെക്നിക്സിന്റെ മലയാളമാണ്. ഇതിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ സാമൂഹിക ബന്ധ പരിശോധന, സോഷ്യോമെട്രിക് ടെക്നിക്ക് അങ്ങനെയുള്ള ഒരു സാധനം അല്ല. അത് സാമൂഹികമായിട്ടുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടാണ് സോഷ്യോമെട്രി നമ്മൾ പഠിക്കുന്നത്. സ്റ്റാർ, ക്ലിക്ക്, ഗ്യാങ് ഒക്കെ നമ്മൾ പഠിക്കുന്ന അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. ബാക്കിയെല്ലാം റോഷാക്ക് മഷിയോ പരീക്ഷ, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, പദസാഹിത്യ പരീക്ഷയൊക്കെ ഇത്തരത്തിൽ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. വീണ്ടും ആ മേഖലയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. വായനാ പരിശീലനത്തിനായി വൈഗോസ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? ആശയദാന മാതൃക, പ്രതിക്രിയാധ്യാപനം, സ്കിമ്മിങ്, പ്രോസസ് ടീച്ചിങ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, റെസിപ്രോക്കൽ ടീച്ചിങ്, സ്കിമ്മിങ്. ഞാൻ ഓൾറെഡി ആദ്യ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് ഡിസ്കഷൻ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വായനാ പരിശീലനത്തിനായി എന്ന് ചോദ്യം വരുമെന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണെന്നും പറഞ്ഞു. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരണം. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒരിക്കലും തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയോ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് പോകണമെന്നില്ല. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. JP ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം, കണ്ടന്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഉള്ളടക്കം, കണ്ടന്റ്, JP ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയാണല്ലേ. ഗിൽഫോർഡിന്റെ ത്രിമാന മാതൃക, അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉള്ളടക്കം എന്ന ഭാഗത്ത് ഉൾപ്പെടാത്തത് പരിണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ, വിഷ്വൽ, സെമന്റിക്, സിംബോളിക്. ഇതിൽ ഒരെണ്ണം ഉള്ളടക്കത്തിൽ വരുന്ന അല്ലാതെ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പരിണിത രൂപങ്ങൾ അഥവാ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ് അവിടെ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ബാക്കി 3ഉം ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? JP ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃക ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഗിൽഫോർഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ചിന്തയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നവയാണ് ഉള്ളടക്കങ്ങൾ. അവ ആവിഷ്കരിക്കുന്ന ആശയങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. ഉള്ളടക്കങ്ങൾ, ഉൽപ്പന്നങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗിൽഫോർഡിന്റെ സിദ്ധാന്തത്തിൽ ഉള്ളടക്കം, ഉൽപ്പന്നങ്ങൾ എന്നുള്ളതൊക്കെ പ്രധാനമായിട്ട് വരുന്നതാണ്. ഇതിനകത്ത് ഓരോന്നിനകത്തും വരുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങൾ, മാനങ്ങൾ ഉണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ, അദ്ദേഹത്തിന്റെ തിയറി എങ്ങനെ ആ പേരിൽ അറിയപ്പെടുന്നത്, ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും പറയുന്നതാണ് ത്രിമുഖ സിദ്ധാന്തം അഥവാ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ, SI മോഡൽ. ഇതൊക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. ആരുടെയാണ്? ഗിൽഫോർഡിന്റെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ആ സാധനം എന്ന് നമ്മൾ പറയാൻ പോവാണ്. ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ ഏതൊക്കെയാ? ഉള്ളടക്കങ്ങൾ, അതാണ് ഉള്ളടക്കത്തിൽ പെടാത്തത്. ഇപ്പൊ ചോദ്യം വന്ന അതിൽ നിന്നാ. ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്, പിന്നെ മാനസിക പ്രക്രിയകൾ, ഓപ്പറേഷൻസ്. ഇതാ ഈ ചിത്രം നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എന്നാൽ പോലും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത സൈഡിൽ പറയുന്നുണ്ട്. കണ്ടൻസ്, പ്രോഡക്ട്സ്, ഓപ്പറേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളതിന് പറയാം. അപ്പൊ അതിൽ വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമന്റിക്, ബിഹേവിയറലൊക്കെ കണ്ടന്റിനകത്ത് വരുമ്പോൾ യൂണിറ്റ്സ്, ക്ലാസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻ നേരത്തെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതിൽ അതിൽ ഉൾപ്പെടാത്ത ആൻസർ ആയിട്ട് വന്ന ട്രാൻസ്ഫോർമേഷൻ, അത് പ്രോഡക്ട്സിൽ വരുന്നതാണ്. ഇംപ്ലിക്കേഷൻസ് ഒക്കെ അതിൽ വരുന്നു. ഓപ്പറേഷനിൽ വരുമ്പോൾ ഇവാലുവേഷൻ, കൺവേർജൻ പ്രൊഡക്ഷൻ, ഡൈവേർജൻ പ്രൊഡക്ഷൻ, മെമ്മറി, കൊഗ്നിഷൻ, ഇതൊക്കെയാണ് ഓപ്പറേഷൻസിൽ വരുന്നത്. ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ BEdകാർക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ മലയാളത്തിലേക്ക് നമുക്ക് പോവാം. ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാ? കാഴ്ച, വിഷ്വൽ, ശ്രവ്യം, ഓഡിറ്ററി, പ്രതീകം, സിംബോളിക്, അർത്ഥം, സെമന്റിക്. ഇനി അടുത്ത ഏതാ? ഉൽപ്പന്നത്തിൽ വരുന്ന ഏതാ? ഏകകങ്ങൾ, യൂണിറ്റ്സ്, വർഗങ്ങൾ, ക്ലാസസ്, ബന്ധങ്ങൾ, റിലേഷൻസ്, വ്യവസ്ഥകൾ അല്ലെങ്കിൽ വ്യൂഹങ്ങൾ, സിസ്റ്റംസ്, പരിണിത രൂപങ്ങൾ, രൂപാന്തരങ്ങൾ എന്നും പറയും, ട്രാൻസ്ഫോർമേഷൻസ്, സൂചനകൾ, ഇംപ്ലിക്കേഷൻസ്. അപ്പൊ ഇതായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അത് ഉൽപ്പന്നത്തിൽ വരുന്നതാണ്, ഉള്ളടക്കത്തിൽ വരുന്നതല്ല. ഓരോന്നിലും ഉൾപ്പെടുന്ന ആര് എന്ന് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. മാനസിക പ്രക്രിയയിൽ വരുന്ന ഏതൊക്കെയാ? വൈജ്ഞാനികം,
ഓർമ്മ, വിവർജന ചിന്ത, സംവർജന ചിന്ത എന്നിവയാണ്, അല്ലെങ്കിൽ ഏകമുഖ ചിന്ത എന്ന് തന്നെ പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാവുന്നതാണ്. പ്രതീക്ഷിച്ചോണം ഗിൽഫോർഡിന്റെ തിയറിയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിന്റെ പ്രയോക്താവാരാണ്? നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗിന്റെ കൗൺസിലിംഗ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ റോജേഴ്സ്, E.G. വില്യംസ്, B.F. സ്കിന്നർ. ആരാണ് ഇതിന്റെ ഉത്തരം? കാൾ റോജേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ ഈ പ്രധാനപ്പെട്ട കൗൺസിലിംഗിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇവിടെ എന്തായാലും നിർദ്ദേശരഹിത കൗൺസിലിംഗ്, നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരുന്നു? കാൾ റോജേഴ്സിന്റെ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിന്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി ഏത്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിൻബലം ഇല്ലാത്തത് ഏതാണ്? സംഘപഠനം, സഹവർത്തിത പഠനം, ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ, സംവാദാത്മക പഠനം. സമൂഹമായി മറ്റുള്ളവരോട് ഇടപഴകി പഠിക്കുന്നത് 3 എണ്ണം അങ്ങനത്തെയാണ്, ഒരെണ്ണം മാത്രം മാറി നിൽക്കുകയാണ്. ഏതാണ് അതിൽ വരുന്നത്? ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ ഒരിക്കലും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിൻബലം ഇല്ലാത്ത പഠനരീതിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം ഒരിക്കലും ഇതിൽ വരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, ആനിമിസം, കേന്ദ്രീകരണം, സെൻട്രേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിന്റെ സവിശേഷതകളാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പിയാഷയുടെ തിയറി മൊത്തം പറയാൻ പോയി കഴിഞ്ഞാൽ ഞാനത് ക്ലാസ്സായി മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ അതിനെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ പോലും നിങ്ങൾ ഓരോ ഘട്ടത്തിനകത്തും ഉള്ള പ്രത്യേകതകൾ, അതിൽ ഈ സചേതന ചിന്ത, കേന്ദ്രീകരണം, റിവേഴ്സിബിൾ ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതാ ഈ ഒരു ഒബ്ജക്റ്റ് പെർമനൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വിശദമായിട്ട് പഠിച്ചു വെച്ചു. വസ്തുസ്ഥൈര്യം, അതാണ് എൻ്റെ വേർഡ്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റേജിൽ വരുന്നതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ സ്റ്റേജിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ള പഠിച്ചു വെച്ചോണം. ചോദ്യമായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ദ്രിയ ജാലഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഇതിൽ ഏതിലാണ്? പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ വരുന്നത്. അതായത് സചേതന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സചേതന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാത്തവർക്കും ജീവൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബിഹേവ് ചെയ്യുന്ന രീതി. ഇപ്പോൾ കുട്ടിക്ക് പാവയ്ക്ക് ജീവൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിന് പാല് കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഇതൊക്കെ അതിനെ കടത്തി ഉറക്കും, അമ്മ ചെയ്യുന്ന പോലെ അല്ലേ? അപ്പൊ കുട്ടി ചെയ്യാറുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സചേതന ചിന്ത എന്ന് പറയുന്നത്. ഇനി എന്താണ് കേന്ദ്രീകരണം അഥവാ സെൻട്രേഷൻ എന്ന് പറയുന്നത്? ഇതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നിങ്ങളിത് പല സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഒരേ പൊക്കം കൂടിയ പാത്രം, വണ്ണം കൂടിയ പാത്രം, 2 പാത്രങ്ങൾ എടുത്തു. ഒരേ അളവ് പാലായിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷെ കുട്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പൊക്കം കൂടിയ പാത്രത്തിലാണ് കൂടുതൽ പാലെന്ന് വിചാരിക്കും. അതായത് വ്യാപ്തം എന്ന് പറയുന്ന ആശയത്തെ കുട്ടി അവിടെ ചിന്തിക്കുന്നില്ല. പകരം ഉയരം മാത്രം, അല്ലെങ്കിൽ വീതി, ഉയരം, അങ്ങനെ പല ഡയമെൻഷനിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ ഈഗോ സെൻട്രിക് ആയിട്ടൊക്കെ ചിന്തിക്കുക, സ്വന്തം ആംഗിളിൽ മാത്രം കാര്യങ്ങളെ കാണുന്നതൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. അതുപോലെ റിവേഴ്സിബിലിറ്റി, അഹം കേന്ദ്രീകൃത ചിന്ത, ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓരോ ടൈമും വളരെ പ്രാധാന്യമായിട്ട് പഠിക്കണം. അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് മറ്റ് പല ഓപ്ഷൻസിലായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ പഠിച്ചു വയ്ക്കുക. പ്രധാനമായിട്ടും സചേതന ചിന്ത, കേന്ദ്രീകരണം പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ദ്രിയ ജാലഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നൊക്കെയാണ് പിയാഷെ വൈജ്ഞാനിക വികാസനത്തെ വ്യക്തമായ 4 ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും എന്തെല്ലാം പ്രത്യേകതകളാണെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പല ക്വസ്റ്റ്യൻസിലൂടെ നമ്മളത് കണ്ട് പോകുന്നതായിരിക്കും എന്നുകൂടി നോക്കാം. ഉദ്ഗ്രഥിത സമീപനത്തിന്റെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത്? ഘടനാവാദം, മാനവികതാവാദം, വ്യവഹാരവാദം, സമഗ്രതാവാദം. സ്ട്രക്ചറലിസം, ഹ്യൂമനിസം, ബിഹേവിയറിസം, ജസ്റ്റാൾട്ടിസം. ഉൾഗ്രഥിത സമീപനത്തിന്റെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര. അപ്പൊ എന്താ ഉൾഗ്രഥിതം, ഇന്റഗ്രേറ്റഡ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. അത് സമഗ്രതാവാദം, ജസ്റ്റാൾട്ടിസം അല്ലെ, ആസ് എ ഹോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മൊത്തത്തിലാണ്, എലമെന്റ്സിനെ അല്ല, മൊത്തം രൂപമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുക. ജസ്റ്റാൾ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടാണ്, സമഗ്രതാവാദവുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസഘട്ടത്തിലാണ്? സൈക്കോ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണ് പ്രകടിപ്പിക്കുന്നത്. ഓറൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്.
ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള, ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു തിയറിയാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ടാസ്ക് ആണ്, കണ്ടുപിടിച്ചിട്ട് വരിക ഏതാ ഇലക്ട്ര കോംപ്ലക്സ് ആണോ ഈഡിപ്പസ് കോംപ്ലക്സ് ആണോ. അതായത് പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നത് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ അത് ഏത് പർട്ടിക്കുലർ സ്റ്റേജിലാണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് ഫാലിക് സ്റ്റേജിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടെ ഇതെന്താണ്, ഇത് ആരോട് തോന്നുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തി വെക്കുക. മറ്റൊരു ചോദ്യത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ചിന്താ പ്രക്രിയ ഏത്? വിവർജന ചിന്ത, സംവർജന ചിന്തനം, യുക്തിചിന്ത, നിഗമന ചിന്ത. സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഇതിൽ ഏതാണ്? സർഗാത്മകതയുടെ അടിസ്ഥാനം ഒരിക്കലും ബാക്കിയുള്ളതൊന്നും വരില്ല. വിവർജന ചിന്തയാണ്. ഡൈവേർജന്റ് ആയിട്ട് ചിന്തിക്കുക. സംവർജനം എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിലേക്ക് ചിന്തിക്കുക. വിവർജനം എന്ന് പറഞ്ഞാൽ പല ആംഗിൾ ചിന്തിക്കാനുള്ള കഴിവ് അല്ലേ. അതേപോലെ യുക്തിചിന്തയല്ല, നിഗമന ചിന്തയല്ല. മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ വിവർജന ചിന്ത, ഡൈവേർജന്റ് തിങ്കിങ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ LPUPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് എടുത്ത 10 ചോദ്യങ്ങളാണ്. അതിന്റെ 10 ചോദ്യങ്ങളൂടെ ഇനി വരാനുണ്ട്. അത് അടുത്ത പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. 1 by 1 മുഴുവനായി കണ്ടു തീർത്ത് വരിക. ഇങ്ങനെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രയോ ക്വസ്റ്റ്യൻസ്, ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ഈ പെട്ടിക്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറേയേറെ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.